അങ്ങനെ നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മൂകാംബികയിൽ ദർശനത്തിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. സ്വർണ്ണ രഥത്തിലുള്ള വൈകിട്ടത്തെ പ്രദക്ഷിണവും പല്ലക്കിലുള്ള രാവിലത്തെ പ്രദക്ഷിണവും കണ്ണു നിറഞ്ഞ് കണ്ടു തൊഴുത ശേഷം കുറേ നേരം ക്ഷേത്രത്തിലൂടെ നടന്നു. ഇക്കഴിഞ്ഞ 12 വർഷങ്ങൾക്കിപ്പുറവും ഒരു മാറ്റവുമില്ലാത്ത ഒരു ക്ഷേത്രം. ഇവിടെ നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലും ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമായിട്ടുള്ള അന്തരീക്ഷമാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് കുടജാദ്രിയിലേക്കാണ്, സർവജ്ഞ പീഠത്തിലേക്ക്. ഈ കുടജമലകൾ എന്ന് പറയുന്നത് കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയരം കൂടിയ 13ാമത്തെ കൊടുമുടികളാണ്. ഇവിടേക്ക് എത്താനുള്ള ഒരേ മാർഗം ഓഫ് റോഡ് ജീപ്പുകൾ മാത്രമാണ്. ഈ ജീപ്പുകളുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും 1.5 കിലോമീറ്റർ മുകളിലേക്ക് നടന്നു കയറിയാൽ മാത്രമേ നമുക്ക് സർവജ്ഞ പീഠത്തിലേക്ക് എത്താനായിട്ട് കഴിയുകയുള്ളൂ. സദാസമയവും മഞ്ഞാലെ ചുറ്റപ്പെട്ട ഒരു മേഖലയാണ് ഈ കുടജമലകൾ എന്ന് പറയുന്നത്. അങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും നടന്നു കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു ഭദ്രകാളി ക്ഷേത്രമാണ്. ഒപ്പം ഇവിടുത്തെ മേൽശാന്തിമാർക്ക് കുളിക്കാനുള്ള ഒരു ക്ഷേത്രക്കുളവും നമുക്ക് കാണാൻ കഴിയും. ഒട്ടനവധി പക്ഷി മൃഗാദികളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ ഒരു കുടജാദ്രി മലകൾ. അങ്ങനെ മഞ്ഞും മഴയും കണ്ട് പ്രകൃതിയോട് ഇണങ്ങി നമ്മൾ നടന്നെത്തുന്നത് സർവജ്ഞ പീഠത്തിലേക്കാണ്. അതേ ആദിശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച പുണ്യഭൂമിയിലേക്ക്. എപ്പോഴും വീശിയടിക്കുന്ന കാറ്റിലും കോടമഞ്ഞിലും പ്രകൃതിയും മനുഷ്യനും ഇവിടെ ഒന്നായി ചേരുന്നു. മൂകാംബിയിൽ പോകുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ കുടജാദ്രിയിൽ പോകണം. ഇവിടുത്തെ സർവജ്ഞ പീഠത്തിലിരുന്ന് 10 മിനിറ്റെങ്കിലും ധ്യാനിക്കണം. അങ്ങനെ ശരീരവും മനസ്സും റീഫ്രഷ്ഡ് ആയിട്ട് ഞങ്ങൾ കുടജാദ്രി മലയിറങ്ങി. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ. നന്ദി, നമസ്കാരം.